മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ ജീവിക്കാനും ചിന്തിപ്പിക്കാനും പഠിപ്പിക്കുന്നത്. ആരൊക്കെ എത്ര നല്ലവരായി അഭിനയിച്ചു കാണിച്ചാലും കാലം അവരുടെ യഥാർത്ഥ മുഖം ഒരിക്കൽ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തും. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വസ്തുവും സ്ഥിരമല്ല. പലരും വരും, അതിൽ അമിതമായി സന്തോഷിക്കരുത്. പല നഷ്ടങ്ങളും സംഭവിക്കും, അതിൽ അമിതമായി സങ്കടപ്പെടാനും പാടില്ല. ഭക്തരെ, വിജയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. ജീവിച്ചു കാണിക്കണം. നിങ്ങളെ തോൽപ്പിച്ചവർക്കു മുന്നിൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നത് എല്ലാം ശരികൾ മാത്രമായിരിക്കും. അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമായിരിക്കും. ഭക്തരെ, നിങ്ങൾ സ്വയം പ്രചോദിതരാകുക. നിങ്ങളുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവരുടെ വാക്കുകൾക്ക് ചെവി നൽകാതിരിക്കുക. മറ്റാരും നിങ്ങളെ പ്രചോദിപ്പിക്കും എന്ന് കരുതരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് വലുതോ ചെറുതോ എന്തുതന്നെ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. ഭക്തരെ, ഒരാളെ വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നമുണ്ടെന്ന സത്യം ഉൾക്കൊള്ളുക. നല്ലതേ വരൂ എന്ന് ചിന്തിക്കുക. മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വയ്ക്കുക. ഇത് ജീവിതമാണ്. പലവിധത്തിലുള്ള ആളുകളെ ജീവിതത്തിൽ കണ്ടുമുട്ടും. ചിലരുടെ സാന്നിധ്യം നിങ്ങളുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലർ നിങ്ങളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു. 4 കാര്യങ്ങളിൽ നിങ്ങൾ ലജ്ജിക്കരുത്. പഴയ വസ്ത്രങ്ങൾ, പാവപ്പെട്ട സുഹൃത്ത്, വയസ്സായ മാതാപിതാക്കൾ, ലളിതമായ ജീവിതം. ഭക്തരെ, മറ്റുള്ളവരുടെ ചിന്തകളും തീരുമാനങ്ങളും മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ അവരോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ സാന്നിധ്യം ഇഷ്ടമില്ലാത്തവരുടെ അടുത്തേക്ക് പോകാതിരിക്കുക. നിങ്ങളുടെ സംസാരം ഇഷ്ടമില്ലാത്തവരോട് മിണ്ടാതിരിക്കുക. ആർക്കും ശല്യമാകാതെ സ്വയം സ്നേഹിക്കുക. താക്കോൽ ഇല്ലാതെ പൂട്ടുകൾ ഒരിക്കലും നിർമ്മിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഈശ്വരൻ ഒരിക്കലും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ നൽകില്ല. അവ തുറക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടായാൽ മാത്രം മതി. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.